അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഒരുവൻ തന്റെ അയൽവാസിയുടെ അവകാശങ്ങളെ തടഞ്ഞു വെക്കുന്നത് അത് എത്ര വലിയ പാപമാണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? നാം മനസ്സിലാക്കണം, ഏതൊരു അയൽവാസിയുടെ അവകാശങ്ങളെയാണോ തടയപ്പെട്ടത്, ആ തടഞ്ഞ അയൽവാസിക്കെതിരെ തടയപ്പെട്ട അയൽവാസി നാളെ ആഖിറത്തിലേക്ക് അവന് എതിരായിട്ട് കടന്നു വരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. കേട്ടോളിനൊരു ഹദീസ്. عن ابن عمر رضي الله عنه قال قال رسول الله صلى الله عليه وسلم മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാ. قال رسول الله صلى الله عليه وسلم അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, കം മിൻ ജാരിൻ മുതഅല്ലിഖുൻ ബിജാരിഹി യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, കം മിൻ ജാരിൻ മുതഅല്ലിഖുൻ ബിജാരിഹി. എത്രയോ അയൽവാസികളാണ് തന്റെ അയൽവാസികളിൽ ബന്ധിക്കപ്പെട്ടിട്ടുള്ളത്, തന്റെ അയൽവാസികളിൽ ബന്ധിക്കപ്പെട്ടവനായിട്ടുള്ളതെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ. യഖൂലു, ആ ബന്ധിക്കപ്പെട്ട അയൽവാസി ഉണ്ടല്ലോ, നാളെ ഖിയാമത്ത്, നാളെ യൗമൽ ഖിയാമത്തി, നാളെ അവനുണ്ടല്ലോ തന്റെ അവകാശങ്ങൾ ബന്ധിപ്പിച്ച അയൽവാസിക്കെതിരെ നാളെ ആഖിറത്തിലുണ്ടല്ലോ, ഖിയാമത്ത് നാളിലുണ്ടല്ലോ അവൻ കടന്നു വരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ. യഖൂലു, വന്നിട്ടുണ്ടല്ലോ അവൻ ആഖിറത്തിലേക്ക് നിനക്കെതിരെ കടന്നു വന്നിട്ട് പറയുമത്രേ, യാ റബ്ബി, എന്റെ റബ്ബേ, ഹാദാ അലഖ ബാബുഹു ദൂനി, ഇയാൾ അയാളുടെ വാതിൽ എന്നെ കൂടാതെ കെട്ടിയടയ്ക്കുകയും ഫമനഅ മഅറൂഫഹു, അവന് കിട്ടിയ നന്മകൾ എനിക്കുണ്ടല്ലോ തടയുകയും ചെയ്തവനാണെന്ന് പറഞ്ഞുകൊണ്ട് നാളെ ആഖിറത്തിൽ നിനക്കെതിരെ വരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ നിന്റെ